ഓവർ സൗത്ത് ഇന്ത്യ മുഴുവൻ ഷോപ്പുകളിലേക്കും നിങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഈ നെല്ലിക്കുഴിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ആയിരിക്കും അവർക്ക് സപ്ലൈ ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ തേക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഫർണിച്ചർ മേഖല ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള വർക്കുകളും. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരും കോതമംഗലത്തിനും മധ്യേ ഉള്ള ഒരു സിറ്റിയാണ് നെല്ലിക്കുഴി. ഈ സിറ്റിയെ പുറം ലോകം അറിയുന്നത് മറ്റൊരു പേരിലാണ്. നെല്ലിക്കുഴിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ 300-ലധികം ഫർണിച്ചർ ഷോപ്പുകളുണ്ട്. 500-ലധികം നിർമ്മാണശാലകളുണ്ട്. നെല്ലിക്കുഴി ഒരു ഫർണിച്ചറിൻ്റെ ഒരു ഹബ്ബായി മാറുന്നതിൻ്റെ പിന്നിലൊരു കാരണം എന്ന് വെച്ചാൽ ഓൾ ഓവർ സൗത്ത് ഇന്ത്യ മുഴുവൻ ഷോപ്പുകളിലേക്കും നിങ്ങൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും ഈ നെല്ലിക്കുഴിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മാനുഫാക്ചർ ആയിരിക്കും അവർക്ക് സപ്ലൈ ചെയ്യുക. സ്വന്തമായി പണിയുന്നവർക്ക് പോലും 1-2 മോഡലുകളായിരിക്കും അവർ ചെയ്യുക. ബാക്കി വ്യത്യസ്തമായ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ പണിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ കടകളിലേക്കും, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എല്ലാ കടകളിലേക്കും പണിതുകൊണ്ട് പോകുന്ന ഈ ഭാഗത്തുനിന്ന്. പാരമ്പര്യമായിട്ട് ഫർണിച്ചറുകൾ ഒരു തടിയെടുത്ത് പണിതാൽ അത് പണിക്കാരന് കൊടുക്കുന്ന പൈസയും പണിക്കൂലിക്ക് വരുന്ന വകയിലും നല്ലൊരു എമൗണ്ട് സാധാരണ വരലുണ്ട്. പക്ഷെ ഇവിടെ പണിക്കൂലിയിലുള്ള നല്ല ഒരു ലാഭം അത് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ മാർജിൻ, നല്ലൊരു മാർജിൻ കിട്ടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നെല്ലിക്കുഴിയെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്. ഒരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 80% നമുക്കതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വേസ്റ്റായി പോകുന്നുണ്ട്. തീരെ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അപ്പോൾ എങ്ങനെയുള്ള അത് വിറകിനാണെങ്കിലും ഇവിടെ ലോഡ് കണക്കിന് വിറകുകളാണെങ്കിലും കയറി പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും പാഴാവുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഷോപ്പുകൾ തുടങ്ങിയ പലരും അതിൻ്റെ പണിക്കാരാണ് മലയാളികളെ തന്നെ, നാട്ടുകാരായ ആളുകൾ, ഈ കാർപ്പൻട്രി രംഗത്ത് പണിയെടുത്ത് വരുന്ന ആളുകൾ തന്നെയാണ്. പിന്നീട് അവർ ആളുകളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് പിന്നെ ഷോപ്പുകളിലാക്കി ഇടുകയും പിൽക്കാലത്ത് വേറെ തൊഴിലാളികളെ വെച്ച് പണിയിപ്പിച്ച് അങ്ങനെ ഡെവലപ്പായി പോവുകയും ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ തേക്കാണ് ഉപയോഗിക്കുന്നത്. തേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് മെയിൻ തടി. പിന്നെ ആവശ്യക്കാർ പറയുന്നതനുസരിച്ച് കുറഞ്ഞ തടികളുണ്ടെങ്കിൽ കുറഞ്ഞ തടികളിട്ട് പണിത് കൊടുക്കുന്നതാണ്. തടി ഇപ്പോൾ കൊണ്ടു തന്ന പണിത് കൊടുക്കണ ഒത്തിരി മരപ്പണിക്കാരുണ്ട്. അവർ സ്വന്തം റൂമെടുത്ത് ഫർണിച്ചർ പണിയാണ്. ഈ ഫർണിച്ചർ മേഖല ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള വർക്കുകളും. അതുപോലെ വാടക വീടുകൾ, ബിൽഡിങ്ങുകൾ, മില്ലുകൾ, ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ തന്നെ അപ്പോൾസറി, ഫർണിച്ചർ ഫീൽഡിൽ പെട്ട അപ്പോൾസറികൾ, കൊത്തുപണികൾ, കട്ടിങ്, അതുപോലെ കടച്ചൽ, അങ്ങനെ ഈ ഫർണിച്ചർ ഫീൽഡിൽ തന്നെ പലവരും പല ഫീൽഡുകളായിട്ട് നമ്മൾ ചുറ്റും തന്നെ ഉണ്ട്. തടി കൊടുന്ന മില്ലിലാണ് ആദ്യം തട്ടണം, തടിയുടെ. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് ഇപ്പം എന്താണ് കട്ടിലാണോ ടേബിളാണോ അതിൽ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ സൈസ് കട്ട് ചെയ്ത് അത് ഉരുപ്പിടിയാക്കി ഞങ്ങൾ ഇത് വെയിൽ കൊണ്ട് ഉണക്കി അതിൻ്റെതായ രീതിയിൽ പ്ലെയിനിങ്, അത് അതിൻ്റെതായ രീതിയിൽ കാർപ്പൻറ്റേഴ്സ് വർക്ക് ചെയ്യണു, അതിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നു. പിന്നെ പോളിഷിൻ്റെ ഇതിലേക്ക് പോകുന്നു, തടി പോളിഷ് ചെയ്യണു. പിന്നെ അതിൻ്റെ അപ്പോൾസറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. ആയിരത്തി 1990 മുതൽ ഇവിടെ ഫർണിച്ചർ വ്യാപാരമുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സും ഫർണിച്ചറാണ്. പക്ഷെ നമ്മുടെ സർക്കാരുകളിൽ നിന്നും വേണ്ടത്ര പരിഗണനയും അംഗീകാരങ്ങളും നെല്ലിക്കുഴിക്ക് ലഭിച്ചിട്ടില്ല. ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ഫർണിച്ചർ ഹബ്ബായി നെല്ലിക്കുഴി മാറാൻ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ.